അസ്സലാമലൈക്കും. ഇതാട്ടോ എൻ്റെ ഉപ്പാക്ക് ചെറിയൊരു ആക്സിഡൻ്റായി. അപ്പോൾ കൈയും കാലിലൊക്കെ അങ്ങനെ ചെരവലും മുട്ടും കാലും ഒക്കെ ചെരവലൊക്കെയാണ്. അപ്പോൾ കയ്യിൽ ഒരിത്തിരി തള്ളവിരലൊരു ബാൻഡേജ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ അനിയത്തിയും നാത്തൂനും അവർ അമ്പലപ്പാറയിൽ നിന്ന് ഒരാൾ മങ്കരയിൽ നിന്ന് വന്നിക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാനും വന്നു ഇവിടേക്ക്. അപ്പോൾ അങ്ങനെ വന്ന് നോക്കണോ അപ്പായി ഉണ്ടായിരുന്നില്ല വീട്ടിൽ, ഉമ്മാൻ്റെ കൂടെ കടയിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ തൊട്ട വീട്ടിൽ ഞങ്ങളുടെ റീജാനിൻ്റെ വീട് പുതിയ വീട് പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങിയിട്ട് അതൊക്കെ നോക്കാൻ പോയി. പിന്നെ അപ്പുറത്തെ വീട് ഒരു ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതിലും പോയിട്ട് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ തൊട്ട വീട്ടിലൊക്കെ പോയി കുറച്ച് നേരം സംസാരിച്ച് അവരിനൊക്കെ ഇങ്ങനെ വരുമ്പോഴല്ലേ ഇവർക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ സംസാരിച്ച് പിന്നെ കുട്ടികളിനെ ചെറുതുകളിൽ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. ബാക്കി വലുതുകളൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടിട്ടാണ് അവർ വന്നിരിക്കുന്നത്. പിന്നെ അങ്ങനെ പോയി എല്ലാവരും കറങ്ങി വന്ന് ഇതാ വീട്ടിൽ കയറിയിട്ട് ഇനി ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അപ്പോൾ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ കറി വല്യമ്മ മീൻ കറി വെച്ചിട്ടുണ്ട്, മുളക് കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പപ്പടം വറുത്ത് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി, മീൻ വറുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അനിയത്തിക്ക് മീൻ ഇറച്ചി മുട്ടയൊന്നും കഴിക്കാൻ പറ്റില്ല, അവൾക്കൊരു അലർജിൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ മുരിങ്ങ വെള്ളത്തിൽ വെക്കാമെന്നാണ് കേട്ടോ. പിന്നെ അതാ എൻ്റെ ഇപ്പോൾ വന്നു കേട്ടോ. അത് അങ്ങനെയാണ് ഇങ്ങനെ അയക്കണം കേട്ടോ. ഇതാ കയ്യിൽ ഇത്തിരി ഇതാണ്. അപ്പോൾ നൊണ്ടിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് നടക്കും. വീട്ടിൽ ഒരുപാട് ഇരിക്കണില്ല, പറഞ്ഞാലും കേൾക്കണില്ല. പിന്നെ ഇതാ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞാൻ മീൻ വറുക്കാൻ പോവാണ് കേട്ടോ. മോന് വരുമോ? മീൻ പൊരിക്കാൻ ചട്ടിയിലാണ് അതുപോലെ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചടിക്കും എല്ലാ ഡിസ്പ്ലേക്കും. ഞാൻ എടുക്കട്ടെ. ഇതാണ് എല്ലാ അനിയത്തി, ഇതാണ് നാട്ടോ, ഇതാണ് ഇതെടുക്കരുത്. വേറെ പണിയില്ലേ? പിന്നെ കറികൾ വെക്കണ ഇടയിൽ ഞങ്ങൾ കൊയ്യക്കയും ഫ്രൂട്ട്സൊക്കെ മുറിച്ച് കഴിച്ചിട്ട് പിന്നെ ഇതാ ചോറും കറികളൊക്കെ ആയി. പിന്നെ എല്ലാം കൊണ്ടുവന്ന് ഞാനിതാ ടേബിളിൽ വെച്ചിട്ടോ. മീൻ മുളകിട്ടതും മുരിങ്ങ വെള്ളം പിന്നെ ഉപ്പേരി മീൻ വറുത്തതും പപ്പടം വെച്ചതും അച്ചാറൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് ടേബിളിൽ വെച്ച് പിന്നെ ചോറ് കഴിക്കാന് വിളിക്കേണ്ട, അവരോട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതാ ചോറ് കഴിക്കാൻ ഇതാ ചെറുത് വന്നു, ഇതാ അനിയത്തിൻ്റെ ചെറുതാണ് ഇട്ടത്. അപ്പോൾ എല്ലാവരും വന്ന് ഇതാ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. പിന്നെ ഞാനും അവരോട് ചോറൊക്കെ കഴിക്കാനിരുന്നു. ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കടന്ന് സംസാരിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അവർക്ക് പോകാനുള്ള ടൈമായിട്ടാണ്. അവർ 4:30 ഇവിടെ നിന്ന് ബസ് ഒരടിക്കുള്ള ബസ്സുണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചായയൊക്കെ വെച്ച് ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ റസ്ക്കും ബിസ്ക്കറ്റൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ കടികളൊന്നും വാങ്ങിക്കാൻ ഇവിടെ ആരുമില്ല. പിന്നെ അതൊക്കെ കൊടുത്ത് അതൊക്കെ അവർ കഴിച്ചുട്ടാ. കഴിച്ചതാ ട്രെയിനും എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ ഇറങ്ങിയിട്ട് അവർക്ക് പോകാൻ ഇറങ്ങി. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി അതിലിടയിൽ എന്തൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് കുറേ കക്ക പറഞ്ഞ് കുറേ ചിരിച്ചു. പിന്നെ ഇതാ അവിടെ നിന്ന് അങ്ങനെ ഞങ്ങളുടെ മുൻവശം അങ്ങനെ പാടവും മലയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞങ്ങളുടെ റീജാനിൻ്റെ വീട്, പുതിയ വീടാണ്. അടുത്ത ആഴ്ച ഉണ്ട് ഓപ്പണിങ്. അപ്പോൾ പിന്നെ അപ്പോഴും ഇവർ വരും കേട്ടോ എല്ലാവരും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ മുന്നിലൊരു കനാലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ മഴ നിറയെ വെള്ളം പോവും കേട്ടോ ഇത് കൂടെയൊക്കെ. പിന്നെ ഇതാ ഞങ്ങളുടെ പാടം പിന്നെ മല. പിന്നെ ഞാനും അവൻ്റെ പിന്നാലെ പോയിട്ടോ. പിന്നാലെ റോഡ് വരെ ഒന്നും പോയില്ല, പകുതി വരെ പോയി. പിന്നെ അവരിതാ പോയി. പിന്നെ ഞാൻ റിട്ടേൺ വീട്ടിലേക്ക് വന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബായ്.